ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ മാമൂസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വെജ്ജുകാർക്കും നോൺ വെജ്ജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്കപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണേ. ആദ്യം നമ്മൾ മാമൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ക്യാബേജ് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞ ക്യാപ്സിക്കനും പച്ച ക്യാപ്സിക്കനും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പയർ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ക്യാരറ്റ് ഇങ്ങനെ ചെറുതാക്കി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പച്ചക്കറികളൊക്കെ ഹാഫ് കുക്കായി വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവാവശ്യമായിട്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയും പച്ചക്കറികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് എടുത്ത് അതെല്ലാം ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ ബോൾസും പരത്തിയെടുത്തു. ഇനി അതിൽ നിന്ന് ഒന്നെടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ ഞെറിവിടുന്ന പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് പോർഷനും കൂടി ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ പിരിച്ച് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് മാമൂസിൻ്റെ ഷേപ്പ് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 2 വിധത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടും ഒന്ന് ആവിയിൽ വേവിച്ചിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മാമൂസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ മാമൂസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. എങ്കിലാണ് കറക്റ്റായിട്ട് ഫ്രൈ ആയി വരിക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ പിന്നെ കോരി മാറ്റാം. കുറച്ച് മാമൂസ് ഞാൻ ആവിയിൽ വേവിക്കുകയാണ്. അതിന് വേണ്ടി ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇനി ഒരു മാമൂസൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാമൂസ് വെക്കുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അവിടെ ഒട്ടിപ്പിടിക്കും. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മാമൂസ് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുക. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ മാമൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്